അക്ഷരനഗരിയായ കോട്ടയത്തിന് സഭാരാഷ്ട്രീയം ഇത്രയധികം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളിക്കുന്ന മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവില്ല. കോട്ടയം ഇത്തവണ കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം, നേർക്കുനേർ പോരാട്ടം. അവിടെ BDJS ആണ് വരുന്നതെങ്കിൽ പോലും SNDPക്ക് കുറേയേറെ സ്വാധീനശേഷിയുണ്ട്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ ബെൽറ്റാണ് വളരെ പ്രധാനമായും കാര്യങ്ങൾ തീരുമാനിക്കുക. റബ്ബർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ജോസഫോ മാണിയോ ആരാണ് കരുത്തരുന്നവരുടെ പിൻഗാമികളിലൂടെ തെളിയിക്കാൻ പോവുകയാണ് കോട്ടയം. യെസ്, മത സാമുദായിക സംഘടനകൾക്ക് മികച്ച സ്വാധീനമുള്ള കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഇത്തവണ സാമുദായിക സമവാക്യങ്ങൾ എങ്ങനെ നിശ്ചയിക്കും നോക്കാം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മതസാമുദായിക നിലപാടുകൾ മുന്നണികൾക്ക് അഗ്നിപരീക്ഷയാണ്. എല്ലാ വിഭാഗങ്ങളും ഉൾച്ചേരുന്ന 34% ക്രൈസ്തവരാണ് മണ്ഡലത്തിലെ പ്രബല വിഭാഗം. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തർക്കത്തിനിടെ മുഖ്യമന്ത്രിയുടെ പുത്തൻകുരിശ് പ്രസംഗം മണ്ഡലത്തിൽ ഇരുവിഭാഗങ്ങൾക്കിടയിലും ചർച്ചയാണ്. യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന സർക്കാർ നിലപാട് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇരു സഭകളുടെയും വികാരം പ്രതിഫലിക്കുമെന്നുറപ്പാണ്. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ്. ഈഴവർ 21.5%, 17% പേരെയാണ് നായർ സമുദായം പ്രതിനിധീകരിക്കുന്നത്. ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാളെ പോലും സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട്. സമദൂരമാണെങ്കിലും NSS അടിയൊഴുക്കുകൾ എങ്ങോട്ടാകുമെന്ന ചിന്ത മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇത് LDF UDF സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും. SC വിഭാഗത്തിന് 10.7% സ്വാധീനമുണ്ട്. വിശ്വകർമ്മജർ ഉൾപ്പെടുന്ന മറ്റ് സമുദായങ്ങളും 10.8% പേരെ പ്രതിദാനം ചെയ്യുന്നു. മുസ്ലിം വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്നത് 5.5%. തെരഞ്ഞെടുപ്പുകളിൽ ഗണ്യമായ പങ്കും UDFനൊപ്പം ചേർന്ന് നിന്ന മണ്ഡലമാണ് കോട്ടയം. പക്ഷേ കേരള കോൺഗ്രസും ഇടതുപാളയത്തിലെത്തിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കോട്ടകളിൽ വിള്ളൽ വീണു. അതുകൊണ്ട് തന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഏത് കക്ഷിയാകും ജയിക്കുകയെന്ന രാഷ്ട്രീയ പ്രവചനം അസാധ്യമായിരിക്കുകയാണ്. റിപ്പോർട്ടർ TP പ്രശാന്ത്, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.